ദൈവമുണ്ടോ ഇല്ലയോ? നിങ്ങൾ ഏത് പക്ഷത്താണ്? ദൈവമില്ല എന്ന് സ്ഥാപിക്കുവാൻ നടക്കുന്നവരുടെ കൂട്ടത്തിലോ അതോ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലോ? ഇതൊരു വിശ്വാസം മാത്രമാണ്, അല്ലെങ്കിൽ ദൈവമില്ല എന്നുള്ളത് ഒരു അവിശ്വാസമാണ്. ലോകം രണ്ടായിട്ട് മാറി നിൽക്കുകയാണ്, നിരീശ്വരവാദവും ഈശ്വരവാദവുമായിട്ട്. ദൈവമുണ്ടോ ദൈവമില്ലേ? എന്താണ് ദൈവം? നിങ്ങൾ ഏത് പക്ഷത്താണ്? അറിയണ്ടേ ദൈവമുണ്ടോ എന്ന്? ഈ പറയുന്ന വേദം പറയുന്ന ദൈവം, ആ ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രണവവേദത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ പ്രണവവേദം? നമസ്തേ, ഓം, ഹരി ഓം, ഓം നമഃശിവായ. ഇന്ന് ദൈവമുണ്ടോ ദൈവമില്ലയോ? ദൈവം സത്യമാണോ മിഥ്യയാണോ എന്നൊരു സംവാദം നടന്നാൽ ആരായിരിക്കും ജയിക്കുക? ആർക്കായിരിക്കും ജയിക്കാൻ സ്കോപ്പ് ഉണ്ടാവുക? ദൈവമില്ല എന്ന് പറയുന്നവരുടെ വാദങ്ങൾക്കായിരിക്കും ശക്തി, അല്ലേ? നാസ്തികത്വം, അതായത് നിരീശ്വരത്വം, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആ വാദത്തിനാണ് ഇന്ന് ശക്തി. കാരണം എന്താണെന്നറിയാം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പരമസത്യമാണ് ദൈവം എന്നുള്ളത്. പരമസത്യത്തിൽ നിന്നും എത്ര ദൂരെയാണ് നമ്മളുടെ വിശ്വാസം എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ കേൾക്കേണ്ടതും അതാണ്. ദൈവമില്ല എന്ന് സ്ഥാപിക്കുവാൻ നാസ്തികർ നടത്തുന്ന സംവാദവേദികളിൽ ചെന്ന് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ നടത്തുന്ന പ്രഭാഷണങ്ങൾ, അവർ വിയർക്കുന്നതും വിറയ്ക്കുന്നതുമെല്ലാം കാണുമ്പോൾ ശരിക്കും സങ്കടമാണ് തോന്നുന്നത്. കാരണം ഈ വാദമുഖക്കാരുടെ വാദങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ദൈവവിശ്വാസവുമായിട്ടില്ല, തിയോളജിയുമായിട്ട് ഇതിനൊന്നും ബന്ധമില്ല. ദൈവമുണ്ട് എന്ന് വാദിക്കുന്നവരുടെ വാദഗതികൾ പലപ്പോഴും തെറ്റാണ്. നിരീശ്വരത്വം അവിടെ ജനങ്ങളിലേക്ക് ജനിക്കത്തക്ക രീതിയിലാണ് ഈശ്വരവാദികളുടെ സംസാരം. അവിടെ ജയിക്കുന്നത് നിരീശ്വരവാദികളാണ്. അറിവാണ് ജയിക്കേണ്ടത്, അജ്ഞത ജയിക്കാൻ പാടില്ലാത്തതുമാണ്. ദൈവം എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രണവവേദത്തിലേക്ക് തിരിച്ചു വരണം. പ്രണവവേദം എന്ന് പറയുന്നത് 5ാമത്തെ വേദമാണ്. എങ്ങനെയാണ് 5ാമത്തെ വേദം ജനിക്കുന്നത്? ഇന്നലത്തെ അറിവിനെ, ഇന്നത്തെ അറിവിനെ, നാളത്തെ അറിവിനെ, അതായത് ഭാവി, ഭവീഭൂതം എന്ന് പറയുന്ന ത്രികാലങ്ങളിലെ അറിവിനെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രണവവേദം എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ത്രികാലത്തെയും അറിയണം. ത്രിദോഷത്തെ നീക്കുന്ന ആ ത്രികാല വൈഭവം എന്താണെന്ന് അറിയണം. അപ്പോഴാണ് ഓമിൻ്റെയൊക്കെ പ്രാധാന്യം വരുന്നത്. എന്താണ് ഓം എന്ന് പറയുന്ന ആ ശബ്ദം, ആദ്യ പദം? ഇപ്പോൾ പ്രണവവേദത്തിൻ്റെ ആ പ്രണവ ശബ്ദമായിരിക്കുന്ന ഓമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അത് കേൾക്കണം നിങ്ങൾ. അത് കേൾക്കുമ്പോൾ അതിലൂടെ നമ്മൾ ഈ ദിവകാരണമായിരിക്കുന്ന ദിവസത്തെക്കുറിച്ചും ദ്രവ്യത്തെക്കുറിച്ചും ദ്രവ്യത്തിൻ്റെ ശുദ്ധിയിൽ നിന്നും ജനിക്കുന്ന ദൈവികതയെക്കുറിച്ചും ആ ദേവതാ വൈഭവത്തെക്കുറിച്ചും ഒക്കെ അറിയുമ്പോൾ മാത്രമാണ് ദൈവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. 24 മണിക്കൂറിനെ 6ആയി വിഭജിച്ച 4 മണിക്കൂർ വീതം നമുക്ക് പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന ആ ദൈവ ദിവ്യ ദ്രവ്യ ശക്തികളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അപ്പോൾ മാത്രമാണ് ത്രിഗുണ വൈഭവത്തെക്കുറിച്ചും ത്രികാലത്തെക്കുറിച്ചും ത്രിദോഷത്തെക്കുറിച്ചും ത്രിശക്തികളെക്കുറിച്ചും ത്രിമൂർത്തികളെക്കുറിച്ചും ത്രിചൈതന്യങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. നമ്മളുടെ പൂർവികർക്ക് സെൻസായിരുന്ന ആ സയൻസ് എന്ന് പറയുന്ന ആ ദൈവശാസ്ത്രം അതിന്ന് സെൻസ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. നമ്മളുടെ മാനസിക രോഗങ്ങൾക്കെല്ലാം കാരണം എന്താണ്? അമിതമായിട്ടുള്ള തെറ്റായിട്ടുള്ള ദൈവ സങ്കല്പങ്ങളും ദൈവവിശ്വാസങ്ങളുമാണ്. അപ്പോൾ അതേക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. താല്പര്യമുള്ളവർ ഇത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യില്ലേ? തീർച്ചയായിട്ടും ശാസ്ത്രചിന്തയിലൂടെ മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക. ശാസ്ത്രീയതയില്ലെങ്കിലോ ദൈവവിശ്വാസം അന്ധവിശ്വാസമാണ്, അത് ബാൻ ചെയ്യേണ്ടതാണ്. നമസ്തേ. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്ട്.